അതിദരിദ്രരുടെ നെഞ്ചത്തോട്ട് വെക്കണം സാർ, നമ്മുടെ നെഞ്ചത്തോട്ട് പാർക്ക് ചെയ്യാൻ പറയണം സാർ ഇവരുടെ ദൂരത്തിന്റെ ഹെലികോപ്റ്റർ. സാധാരണ മനുഷ്യൻ കാറിന്റെ ടയർ മാറുന്ന ലാഘവത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കാറ് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാണ്. ദുരിതങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ പുതുമയല്ല, എല്ലാ വർഷവും 1-2 വീതം വരുന്നുണ്ട്. ഒരു ഹെലികോപ്റ്റർ അവിടെ കിടന്നാൽ എന്താണെന്നേ പ്രശ്നം? ഒന്നുമില്ല. ഒരു ഹെലികോപ്റ്റർ മാത്രം ആക്കണ്ട ശ്രീ ഹാഷ്മി, എന്തിനാ ഹെലികോപ്റ്റർ മാത്രം ആക്കുന്നത്? ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ദീപാവലിക്ക് ഈ ആകാശത്തേക്ക് പറത്തിവിടാനായിട്ട് 5-6 റോക്കറ്റുകളും, പിന്നെ അത്യാവശ്യത്തിന് ഇപ്പോൾ സ്ഥിരമായിട്ട് വിശ്രമത്തിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ നാവിനോടൊപ്പം അദ്ദേഹത്തിന് വിശ്രമിക്കണം തോന്നിയാൽ ഇടയ്ക്ക് ചന്ദ്രനിലേക്ക് പോകാനായിട്ട് അത്തരത്തിലുള്ള പേടകവും പ്രകൃതിയുമായിട്ട് ഇണങ്ങിയുള്ളൊരു ജീവിതമാണല്ലോ ബെസ്റ്റ്. മറ്റ് അത്തരത്തിലുള്ള അനുബന്ധ സാധനങ്ങൾ കൂടി ഉണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു സാധനമായിട്ട് നമുക്ക് ഹെലികോപ്റ്ററിനെ കണക്കാക്കാം. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ഇതിലൂടെ മുഖ്യമന്ത്രിയുടെ 20-30 വാഹന വ്യൂഹം വെച്ചിട്ടുള്ള ഷോയിൽ അവിടെ ആകെ ബുദ്ധിമുട്ടി വഴിയിലൊന്ന് ക്രോസ് ചെയ്യുവാൻ കഴിയാതെ നിൽക്കുന്ന സ്കൂൾ കുട്ടികൾക്കും അത്യാവശ്യത്തിന് മരുന്ന് വാങ്ങാൻ പുറത്തു പോകുമ്പോൾ സാധാരണ മനുഷ്യന്മാർക്കും സമയത്ത് തൊഴിലിടത്തിലേക്ക് എത്താൻ കഴിയാത്ത സാധാരണ ആളുകൾക്കുമൊക്കെ എന്തായാലും ഇത് ഗുണപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ ഇടതുപക്ഷത്തിന്റെ സ്നേഹിതൻ അദ്ദേഹം ഇവിടെ കേരളത്തിനകത്ത് ഒരു പ്രതിസന്ധിയുമില്ല, മുണ്ട് മുറുക്കി കൊടുക്കാൻ കേരളത്തിലെ ഒരു മന്ത്രിയും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പൊക്കി കാണിക്കുന്ന സമീപനമല്ലേ സംസ്ഥാന സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സുരേന്ദ്രൻ നായർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 2021 ആണ്ടിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ സർക്കാർ ജനകീയ സർക്കാർ അധികാരത്തിലേക്ക് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ മുഖചിത്രം പങ്കുവച്ച ആ മനുഷ്യൻ ഈ തിരുവോണനാളിൽ പങ്കുവച്ച ചിത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൽ ചോറിന് പകരം മണ്ണ് വാരിയിട്ട് ഓണസദ്യ കഴിക്കുന്നതിന്റെ ദൃശ്യം. ഈ നാട് മുടിയും തിത്തൈ. ഈ ചിങ്ങമാസം 1-ാം തീയതിയിൽ കേരളത്തിലെ കർഷകർ കരിദിനം ആചരിച്ചു. ഓണത്തിന് നമ്മുടെ നാട്ടിലെ കർഷകരുടെ പട്ടിണി സമരം ഉണ്ടായിരുന്നു ശ്രീ ഹാഷ്മി. ഉദ്യോഗാർത്ഥികളുടെ ഉണ്ണാവൃതം ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ. അതുപോലെ തന്നെ KSRTC ജീവനക്കാരുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓണസദ്യക്ക് പകരം മണ്ണുവാരി തിന്നുന്ന സമരം ഉണ്ടായിരുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് 2 വർഷത്തിലേറെയായി അവർക്ക് ലഭിക്കേണ്ടുന്ന ന്യായമായ അർബുദം പോലെയുള്ള ചികിത്സകൾക്ക് കൊടുക്കുന്ന അലവൻസ്, അതുപോലെ തന്നെ അവരുടെ മക്കൾക്ക് വിവാഹത്തിന് വേണ്ടിയിട്ട് കലാകലങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കുന്ന അലവൻസ് അടക്കമുള്ള കാര്യങ്ങൾ മുടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരുണ്യ പദ്ധതി കഴിഞ്ഞ സർക്കാരിൻ്റെയൊക്കെ കാലത്ത് ഏറ്റവും അധികം പൈലറ്റ് പ്രോജക്റ്റ് ആയിരുന്നു, സാധാരണ മനുഷ്യന്മാർക്ക് ഏറ്റവും അധികം ആശ്രയമായിരുന്ന പദ്ധതിയായിരുന്നു കാരുണ്യ പദ്ധതി. ആ കാരുണ്യ പദ്ധതിയിൽ ഫണ്ട് മാറ്റിവെക്കുന്നില്ല എന്ന സ്ഥിരമായ പരാതി അവിടെ രൂപപ്പെടുന്നു. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഇവിടെ സംസ്ഥാനത്ത് യാതൊരു വിധമായ സാമ്പത്തിക പ്രതിസന്ധിയില്ല എന്ന്. സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത സംസ്ഥാനമാണ് എങ്കിൽ എന്തിനാണ് വെള്ളക്കരം വർദ്ധിപ്പിച്ചത്? ഇവരെന്തിനാണ് വൈദ്യുതി കരം വർദ്ധിപ്പിച്ചത്? ഇവരെന്തിനാണ് കെട്ടിട നികുതി വർദ്ധിപ്പിച്ചത്? ഇവരെന്തിനാണ് രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചത്? പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. ഇവരെന്തിനാണ് നമ്മുടെ നാട്ടിലെ അടഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾക്ക് പ്രത്യേക നികുതി വേണമെന്ന് പറഞ്ഞത്? ഇവരെന്തിനാണ് നമ്മുടെ നാട്ടിലെ ടാക്സി ചാർജ് വർദ്ധിപ്പിച്ചത്? ഓട്ടോ ചാർജ് വർദ്ധിപ്പിച്ചത് എന്തിനാണ്? ഇവരെന്തിനാണ് KSRTCയുടെ ബസ് ഫെയർ മിനിമം ഫെയർ വർദ്ധിപ്പിച്ചത് എന്തിനാണ്? ഹെലികോപ്റ്റർ ഒറ്റപ്പെട്ട സംഭവമാണോ? 7 വർഷത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി 7 വർഷത്തിനിടയിൽ മാറിയത് 4 കാറുകളാണ് ശ്രീ ഹാഷ്മി. ഇന്നോവയുടെ പഴയ മോഡൽ, പുതിയ മോഡൽ, ക്രിസ്റ്റ, കാർണിവൽ 4 മോഡൽ മാറി. ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന് ഞങ്ങളും ചോദിച്ചു. മാത്രമല്ല 1 കോടി രൂപയുടെ സത്യപ്രതിജ്ഞ ദൂരത്തിൽ തുടങ്ങി 99 ലക്ഷം രൂപയുടെ ക്ലിഫ് ഹൗസിന്റെ തുടർ സർക്കാരിന്റെ കാലത്ത് ആദ്യഘട്ട മെയിൻ്റനൻസ് 99 ലക്ഷത്തിൽ തുടങ്ങി. നമ്മുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ കന്നുകാലി തൊഴുത്തിന് ഇപ്പോഴും 42 ലക്ഷം രൂപയുടെ ബില്ലാണ് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കല്ലേ? മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിനകത്തെ നീന്തൽക്കുള നവീകരണത്തിന് 32 ലക്ഷം രൂപ. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് ആകെ 2 നില മാത്രമുള്ള കെട്ടിടം, ആ കെട്ടിടത്തിൽ ലെഫ്റ്റ് പിടിപ്പിക്കാനായിട്ട് 25 ലക്ഷം രൂപ. ഗവർണറും സർക്കാരും തമ്മിൽ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ഓണത്തിന് ഗവർണർക്ക് പാൽ പായസം കൊടുത്ത് വിടുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടല്ലോ. പക്ഷേ എപ്പോഴൊക്കെ ഒന്ന് പിണങ്ങിയതിന്റെ പേരിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കത്തിൽ നിയമോപദേശത്തിന് മാത്രം 45 ലക്ഷം രൂപ. അങ്ങനെ നീ പറയരുത്, ചില മര്യാദകളൊക്കെ ഉണ്ട്. 84 വിദേശയാത്രകൾ, മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും 84 വിദേശയാത്രകൾ. ടെന്നീസ് കോർട്ടിലെ ഉദ്യോഗസ്ഥ മേലാളന്മാർക്ക് ഒരുമിച്ചിരുന്ന് ചീട്ട് കളിക്കാനും മദ്യപിക്കുവാനും വേണ്ടി മാത്രം 19 ലക്ഷം രൂപ കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് മാറ്റിവെച്ചിട്ടാണ്. ഇത് എത്തിക്സ് ഉള്ള ഒരു പാർട്ടിയാണ്. 23 കോടി രൂപയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിന്റെ ചെലവായി കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന്. ഞാനും ഹാഷ്മി മുണ്ടുമുറുക്കി കൊടുക്കാൻ ഇവർ പറയുന്നില്ല എങ്കിലും അങ്ങനെ മുറുക്കി കൊടുത്ത് തന്നെ നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ 23 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഹെലികോപ്റ്ററിനായിട്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ മാറ്റിവെച്ചത്. നമ്മളിപ്പോ നേരിട്ട് പാർട്ടിയാ, അത് മനസ്സിലായി, ഇപ്പൊ കണ്ടല്ലോ. അതിനു വേണ്ടിയിട്ട് 23 കോടി രൂപയുടെ എന്തെല്ലാം യൂട്ടിലിറ്റി പെർസെന്റേജ് ഏതെല്ലാം കാര്യത്തിന് ഉപയോഗിച്ചു എന്ന് പറയാനായിട്ടുള്ള ഒരു ആർജവം ശ്രീ ആർഷോ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന് പ്രതിനിധിക്കുണ്ടോ?
ഈശ്വര ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഹെലികോപ്റ്ററിന്റെ വാടക മാത്രമാണ് 80 ലക്ഷം രൂപ. അങ്ങനെ വരുമ്പോൾ 12 മാസം, ഒരു വർഷം 96 ലക്ഷം രൂപ വാടക മാത്രം. അതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു വർഷത്തേക്കിന് ഹെലികോപ്റ്ററിന്റെ ചെലവ് 12 കോടി രൂപയാണ് മിനിമം. നല്ലതാ, പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ ഇല്ലടാ. ഹെലികോപ്റ്റർ എവിടെ പാർക്ക് ചെയ്യും? ഒരു കാര്യം ചെയ്യും, എന്തായാലും SFIക്കാർ ക്യാമ്പസിൽ സ്വന്തമായിട്ട് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയാണല്ലോ. കോളേജുകളുടെ ഒന്നും ആവശ്യമില്ല എന്നാണല്ലോ ഇവർ തന്നെ പറയുന്നത്. സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? അങ്ങനെയാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റി കോളേജ് അങ്ങ് ഇടിച്ചു നിർത്തുന്നേ, അതൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ആക്കി നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്ററും തൊട്ടിപ്പുറത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം അദ്ദേഹത്തിന് ദീപാവലിക്ക് റോക്കറ്റും കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാണ്. ഈ വിമാന കമ്പനി പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ പാർക്കിംഗ് അടക്കം ഈ വിമാന കമ്പനി പറഞ്ഞ അതേ ചെലവിൽ ഇപ്പൊ തർക്കം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ വിമാന കമ്പനി പറയുന്നത് പോലെ തന്നെയാണ് കരാർ. കേരളത്തിലെ 46 ലക്ഷത്തോളം വരുന്ന അതിദരിദ്രരുടെ പട്ടിക ഉണ്ടല്ലോ, ആ അതിദരിദ്രരുടെ നെഞ്ചത്തോട്ട് വെക്കണം സാർ. നമ്മുടെ നെഞ്ചത്തോട്ട് അങ്ങ് പാർക്ക് ചെയ്യാൻ പറയണം സാർ ഇവരുടെ ദൂരത്തിന്റെ ഹെലികോപ്റ്റർ. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും.